എല്ലാവർക്കും നമസ്കാരം. റേക്കിയുടെ അടുത്ത സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് റേക്കി അറ്റ്യൂൺമെൻറ്റ് സ്വീകരിച്ച ഒരാൾ, അതായത് ഫസ്റ്റ് ഡിഗ്രി റേക്കി പഠിച്ച ഒരാൾ എങ്ങനെയാണ് സെൽഫ് ഹീലിംഗ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പല ആളുകളും ചിലരൊക്കെ ഈ ഫസ്റ്റ് ഡിഗ്രി എടുത്തതിന് ശേഷം ആദ്യത്തെ 21 ഡേയ്സൊക്കെ ഹീൽ ചെയ്തതിന് ശേഷം ചിലർ ബ്രേക്ക് ആക്കിയ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ ആ റേക്കി സെഷൻ അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും റേക്കി പഠിച്ച ആളുകൾക്കറിയാം, അവർ റേക്കി ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈകൾ കപ്പ് ഷേപ്പ്ഡായിട്ട് പിടിക്കണം. അതായത് നമ്മുടെ കയ്യിൽ വെള്ളമെടുത്താൽ പോകാത്ത വിധത്തിൽ വിരലുകൾ അടുപ്പിച്ച് പിടിക്കുന്ന ആ രീതിയാണ് കപ്പ് ഷേപ്പ്ഡ്. അപ്പോൾ രണ്ട് കൈകളും കപ്പ് ഷേപ്പ്ഡായിട്ട് പിടിച്ചതിന് ശേഷം മടിമേൽ മലർത്തി വയ്ക്കുക. അതുപോലെ കാൽപാദങ്ങൾ തമ്മിൽ ഒരടി അകലം, പരസ്പരം കൂട്ടിമുട്ടാത്ത വിധത്തിൽ ഒരടി അകലത്തിൽ വയ്ക്കുക. കപ്പ് ഷേപ്പ്ഡാക്കിയ കൈകൾ അടിമേൽ മലർത്തി വയ്ക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ണുകൾ മൃദുവായിട്ട് അടച്ചുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ഡീപ്പ് ബ്രീത്ത് ഒരു 4-5 തവണ ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. അപ്പോൾ അത് നമുക്കൊരു 4-5 തവണ നമുക്ക് ആവർത്തിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാകും, നമ്മുടെ ശരീരത്തിലെ പേശികളൊക്കെ അയച്ചിടും. അതിനുശേഷം നമുക്ക് റേക്കി എനർജി, അതായത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി, നമ്മുടെ സഹസ്രവർണ്ണത്തിൽ കൂടി നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇൻവോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സഹസ്രവർണ്ണത്തിലൂടെ കടന്നു വരുന്ന റേക്കി ആജ്ഞാചക്രം, വിശുദ്ധി കടന്ന് അനാഹത ചക്രത്തിലെത്തുന്നു. അനാഹത ചക്രത്തിലെത്തിയ റേക്കി എനർജി അത് നമ്മുടെ രണ്ട് കൈകളിലൂടെ കൈകളിൽ വന്ന് നിറയുന്നതായിട്ട് നമ്മൾ അഫർമേഷൻ കൊടുക്കുക, സങ്കല്പിക്കുക. അതിനുശേഷമാണ് നമ്മൾ റേക്കി ഹീലിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എടുത്ത ആളുകൾ ശരീരത്തിൻ്റെ 27 പോയിന്റുകളിലായിട്ടാണ് റേക്കി കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകൾക്ക് മുകളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ വലത് കൈ എടുത്ത് ആദ്യം നമ്മൾ റേക്കി ഇൻവോക്ക് ചെയ്യുന്നു. റേക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വലത് കൈ എടുത്ത് വലത് കണ്ണിന് മുകളിലായിട്ട് വയ്ക്കുന്നു. വീണ്ടും ഇടത് കൈ എടുത്ത് ഇടത് കണ്ണിന് മുകളിലായിട്ട് വയ്ക്കുന്നു. ഇങ്ങനെ 3 മിനിറ്റാണ് നമ്മൾ ഇങ്ങനെ ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷൻ കൊടുക്കേണ്ടത് നമ്മുടെ സഹസ്രവർണ്ണത്തിലൂടെ കടന്നു വരുന്ന എനർജി ആജ്ഞാചക്രം, വിശുദ്ധി, അനാഗത ചക്രത്തിലെത്തി രണ്ടായിട്ട് പിരിഞ്ഞ് രണ്ട് കൈകളിലൂടെ വന്ന് ആ എനർജി നമ്മുടെ കണ്ണുകളിലേക്ക് പ്രവഹിക്കുന്നു. അതിനുശേഷം നമ്മൾ വലത് കൈ ഉയർത്തി ചെന്നിയുടെ സൈഡിൽ, നെറ്റിയുടെ സൈഡിലായിട്ട് വയ്ക്കുന്നു. ഇടത് കൈ ഉയർത്തി ഇടത് ചെന്നിയിൽ വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൽഫ് ഹീൽ ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് രണ്ട് കൈകളും കൂടെ ഒരുമിച്ച് മാറ്റാതിരിക്കുക. അതിനുശേഷം വലത് കൈ എടുത്ത് സാവധാനം വലത് ചെവിയുടെ മുകളിലും ഇടത് കൈ എടുത്ത് ഇടത് ചെവിയുടെ മുകളിലായിട്ടും വയ്ക്കാം. ഇങ്ങനെ നമ്മൾ 3 മിനിറ്റ് നമ്മൾ ഹീൽ ചെയ്യുന്നു. അതിനുശേഷം വലത് കൈ എടുത്ത് ആജ്ഞാചക്രത്തിന് മുകളിലായും ഇടത് കൈ എടുത്ത് അതിന് നേരെ പുറകിലായിട്ടും പിടിക്കുക. അങ്ങനെ നമ്മൾ 3 മിനിറ്റ് നമ്മൾ ഹീൽ ചെയ്യുന്നു. അതിനുശേഷം വലത് കൈ എടുത്ത് വലത് ചെവിയുടെ പുറകിലും ഇടത് കൈ എടുത്ത് ഇടത് ചെവിയുടെ പുറകിലായിട്ടും പിടിക്കുന്നു. അങ്ങനെ നമ്മൾ 3 മിനിറ്റ് ഹീൽ ചെയ്യുന്നു. അടുത്തത് നെക്സ്റ്റ് വലത് കൈ എടുത്ത് തൊണ്ടയുടെ ഫ്രണ്ടിലായിട്ടും ഇടത് കൈ എടുത്ത് കഴുത്തിന് പുറകിലായിട്ടും വയ്ക്കുന്നു. ഇങ്ങനെ 3 മിനിറ്റ് ഹീൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ശ്വാസകോശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഹീലിംഗ് ആണത്. ശ്വാസകോശത്തിന് ഇതിവിടെയായിട്ട് നമ്മൾ വയ്ക്കും. അപ്പോൾ വിശുദ്ധി ചക്രം കഴിഞ്ഞ് ശ്വാസകോശത്തിൻ്റെ അവിടെ വരെ നമ്മളെത്തി.
അങ്ങനെ 3 മിനിറ്റ് ഹീൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അനാഹത ചക്രത്തിന് മുകളിലായിട്ട് 2 കൈകളും വെച്ചുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യും. അനാഹത ചക്രത്തിന് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ മണിപൂരക ചക്രത്തിലേക്ക് വരുന്നു. മണിപൂരക ചക്രത്തിൽ നമ്മൾ 3 മിനിറ്റ് നമ്മൾ ഹീൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ വയറിൻ്റെ വലതുഭാഗത്ത് 2 കൈകളും വെച്ചുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു കൈ മാറ്റി ഇടത് കൈ വയറിൻ്റെ ഇടതുഭാഗത്തും വലത് കൈ അതിന് മുകളിലായിട്ടും വെച്ച് കൊണ്ട് ഹീൽ ചെയ്യുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട 27 പോയിൻറ്റുകളിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 21 ദിവസമാണ് ഈ പറയുന്ന ഫസ്റ്റ് ഡിഗ്രി എടുത്ത ആളുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഏതെങ്കിലും ദിവസം മുടങ്ങിയാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങി 21 ദിവസം നമ്മൾ ഹീൽ ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 27 പോയിൻറ്റുകളിലായിട്ട് 21 ദിവസം നമ്മൾ ഹീൽ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പ്രതിപാദിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.